ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ആണ്. ഞാനിപ്പോ നിൽക്കുന്ന കിസേസിലാണ്. തണ്ടർബോൾട്ട് സിനിമ കാണാൻ വേണ്ടി നമ്മുടെ ഒരു തിയേറ്റർ വരെ പോവാണ്. ഏത് തിയേറ്ററാണെന്ന് ഞാൻ നിങ്ങളെ ക്യാപ്ഷനിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു പുതിയ സ്ഥലത്ത് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകാറ്. വേറെ അതുകൊണ്ടല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ആൻഡ് സെക്കൻഡ്ലി പിന്നെ സെക്കൻഡ് ആനിവേഴ്സറി ഓഫ് ട്രാവൽ കെവിൻ സാം ആണ്. അപ്പൊ ഇന്നങ്ങനെ നമ്മള് യാത്ര പോവാണ് തണ്ടർബോൾട്ട്സ് കാണാൻ വേണ്ടി. അവിടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പൊ ഏതായാലും വിളിച്ചന്വേഷിച്ചപ്പോ ഓൾമോസ്റ്റ് ശരിയാണ്. എന്നാലും ചെന്ന് പിന്നെ ബുക്ക് ചെയ്യാവുന്ന. അപ്പൊ ചെന്ന് ഞാൻ ഇന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ എനിക്ക് കൺഫേം ആയിട്ട് പറയാം ബർത്ത്ഡേക്ക് യെസ് നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഏതായാലും ഒരു മാർവൽ സിനിമ കാണാൻ ഞാനിങ്ങനെ തീരുമാനിച്ചു. ആഫ്റ്റർ ലോങ് ടൈം. ലാസ്റ്റ് ടൈം കണ്ട ക്യാപ്റ്റൻ അമേരിക്ക 4 ഒരു ഷിറ്റ് ആയിരുന്നു സത്യം പറഞ്ഞ്. ഈ പ്രാവശ്യം അത്ര ഷിറ്റ് അല്ല ഈ പടം എന്നാണ് പൊതുവേ ഉള്ള ഒരു റിപ്പോർട്ടൊക്കെ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഓക്കെ ശരി കണ്ടേക്കാന്ന് ഓർത്ത് അങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ ചൂടത്ത് അങ്ങനെ തിയേറ്റർ വരെ ഒന്ന് പോവാണ്. സോ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ബസ് നമ്പർ 13 കയറിയിട്ട് വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഈ അറേബ്യൻ സെന്ററിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം. അങ്ങനെ നമ്മളിപ്പോ ബസ്സൊക്കെ കയറി ഇപ്പൊ നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് മക്കളെ. ഇപ്പൊ ഇനി ഒരു F39 എന്ന് പറഞ്ഞ ഒരു ബസ്സിൽ കയറുമ്പോഴാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അറേബ്യൻ സെന്ററിൽ. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള യാത്രയിലാണ്. അത് ഏകദേശം ബസ്സിൽ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. പിന്നെ തണ്ടർബോൾട്ട്സിന്റെ ഷോസ് ആരംഭിക്കുന്ന 3 o'clock-നാണ്. അതിനിപ്പുറം ഏതായാലും എത്തും. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. പിന്നെ അതുകൊണ്ടാണ് നേരത്തെ നോക്കി കണ്ടൊക്കെ ഇറങ്ങിയത്. അപ്പൊ സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബസ്. പിന്നെ ബസ്സിന്റെയും പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയ പോലെ ഷോർട്സും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് നല്ലോണം ക്ഷീണിച്ചിട്ടാ വന്നത്. നല്ല ചൂട് കഷ്ട മക്കളെ. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇവിടുത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35-36 ഡിഗ്രി ചൂടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ബസ്സിലും ഓട്ടോറിക്ഷയില് കയറുന്ന പോലല്ല. അത് നാട്ടിലെ ബസ്സിലും ഓട്ടോയിൽ കയറുന്ന. പക്ഷെ ഇവിടെ ബസ്സിലും ടാക്സിയിലൊക്കെ കയറുമ്പോ ഒരു സുഖമുണ്ട്. ടാക്സി കയറുക വെച്ചാൽ ഇപ്പം എന്താ പറയാ, AC ഉണ്ട്, ബസ്സിൽ AC ഉണ്ട്. അല്ല ഏതെങ്കിലും റൂമിൽ ഒക്കെ കയറുമ്പോ AC ഉണ്ട്, മെട്രോയിൽ കയറുമ്പോ AC ഉണ്ട്. നാട്ടിലെ പോലെ അലച്ചിലില്ല ഇവിടത്തെ ചൂടിന്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. ഇതുപോലെ കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചാൽ പിന്നെ സ്വർഗമാണ് മക്കളെ. അപ്പൊ സോ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നോക്കാം. സോ 5 minutes എടുക്കുമായിരിക്കും. F39 അതാ ബസ് നമ്പർ. F39 ബസ്സിൽ കയറിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാം. അങ്ങനെ സുഹൃത്തുക്കള് അങ്ങനെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് അവസാനം ഒരു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം നടക്കണം. അങ്ങനെ ഞാനിപ്പോ ആണെങ്കിൽ ഇപ്പൊ ഈ പുറകെ കാണുന്ന ഈ കോമഡി പീസ് ബസ്സിലാണ് അങ്ങനെ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി. കോമഡി പീസ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇപ്പൊ ഒരു ബസ്സിൽ എന്താ പറയാ, ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യണം, എങ്ങനെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി. ഡബിൾ ഡെക്കറിൽ കയറിയിട്ടുണ്ട്, നോർമൽ ടൈപ്പ് ബസ്സിലും കയറിയിട്ടുണ്ട്, അല്ല നീളമുള്ളൊരു ബസ്സിലും കയറിയിട്ടുണ്ട്. എങ്ങനെ ഇപ്പൊ നമ്മളെ എമ്പുരാൻ ലൂസിഫർ കാണുമ്പോ ഇപ്പൊ ആദ്യമായിട്ട് ഈ കുട്ടി ബസ്സിലും അങ്ങനെ ഫൈനലി യാത്ര ചെയ്തു. അപ്പൊ യാത്ര ചെയ്തു. ഇനി റോഡൊക്കെ ക്രോസ് ചെയ്തു ഒരു 10 മിനിറ്റോളം ഈ ചൂടത്ത് നടക്കണം. ചൂടത്ത് നടന്ന് നമ്മുടെ 3 മണിയോളം ആകുമ്പത്തേക്ക് നമ്മുടെ തിയേറ്ററിൽ കയറി സിനിമ കണ്ടു തുടങ്ങണം. സോ ലെറ്റ്സ് വാക്ക് ആൻഡ് എൻജോയ് ദ തിയേറ്റർ എക്സ്പീരിയൻസ്. സോ ഗൈസ് അങ്ങനെ നടപ്പിനും എടുപ്പിനും എല്ലാത്തിനും ശേഷം അവസാനം തിയേറ്ററിൽ അങ്ങനെ എത്തി. തിയേറ്ററും സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞത് വളരെ വളരെ റോങ് ആണ്. 3 times കൂടുതൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സിനിമ തിയേറ്ററിൽ നമ്മളൊരു 3 to 4 times നമ്മൾ ഇവിടുന്ന് സിനിമ കണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മളിപ്പോ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷനിലൊക്കെ ഒരു ഫ്രീ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആ ഇൻസ്റ്റാഗ്രാമിലെ ആളുടെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോ സ്ക്രീനിൽ വെക്കാം. അയാളുടെ വീഡിയോയ്ക്കെതിരെ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ നല്ല കാര്യം. കാരണം അയാളുടെ റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു മെനക്കേടും എന്റെ സമയം മൊത്തം മെനക്കെട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉള്ള കാര്യം ഉള്ള പോലെ പറയുകയാണെങ്കിൽ ഇപ്പൊ വേറെ വല്ല തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കണ്ടേനെ. സത്യം പറഞ്ഞ ഞാൻ ഇത്രയും മെനക്കെട്ട് ദൂരെ ഒന്നും ഇവിടെ വരത്തില്ല ഒരു പടം കാണാൻ വേണ്ടി. പടം കാണാൻ ഒന്ന് കാറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ശരി. ഇപ്പൊ ഒന്ന് ആലോചിക്കണം, ഇപ്പൊ ബസ്സിലാണ് വരുന്നത്, നടന്നാണ് വരുന്നത്, അതിന്റെ കൂടെ ഒരു നട്ട ചൂടും, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു പണി ഒപ്പിച്ചത് വല്ലാത്ത പരിപാടി. അതും ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഇത്രയും സ്ട്രെയിൻ ഒന്നും എടുക്കണ്ടെന്ന് ഞാൻ ഓർത്ത്, ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് ഓർത്ത. ഇയാളുടെ ഒറ്റൊരുത്തം കാരണം ഈ
ഞാനിപ്പോ സ്ക്രീനിൽ വെച്ച ആ മനുഷ്യൻ കാരണം ഇത്ര സമയം പോയി, അയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യാം ഫോർ ഫോൾസ് ഇൻഫർമേഷന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു വിഷയമുണ്ട്. അതിനകത്ത് സോഫിയസ് കിച്ചണിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ചെക്ക് ചെയ്ത്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് പെർമനന്റ് ക്ലോസ് ആയിരുന്നു ഗൂഗിളിൽ. അതിനുശേഷം ഞാൻ അവിടുന്ന് ആ നമ്പറിൽ, ആ കൊടുത്തേക്ക നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പരിപാടിയില്ല. അവർ ആ ഹോട്ടലിൽ നിർത്തിയിട്ട് കാലം കുറയായിരുന്നു സോഫിയസ് കിച്ചന്. അപ്പോ അന്നേരം റിപ്പോർട്ട് ചെയ്യണ്ടെന്ന് ഞാൻ ഓർത്തത്. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററിന്റെ കാര്യം കറക്റ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ വിട്ട് കളയാമെന്ന് ഓർത്ത് നോക്കിയ തിയേറ്ററിന്റെ കാര്യം വന്നപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല. എലിജിബിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 3 തവണ കൂടുതൽ നമ്മൾ ഇവിടുന്ന് സിനിമ കണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരു ക്രൈറ്റീരിയസ് ഒക്കെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇയാളെന്നല്ല, ഈ റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റാഗ്രാം നാറികൾക്കും ഇതുപോലെ റിപ്പോർട്ട് അടിക്കുക. എന്നിട്ട് ഇതുപോലുള്ളവന്മാരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടി നല്ല വീഡിയോ ക്വാളിറ്റി ഓരോന്ന് തള്ളി വിടും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ഏതായാലും തണ്ടർബോൾട്സ് ആണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി ഞാൻ 40 ദിർഹംസ് കൊടുക്കുന്ന ഒരു സ്വാഭാവികമാണ്, അല്ലെങ്കിൽ 38 ദിർഹംസ് കൊടുക്കുന്ന സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ, ഇത് ഞാൻ അങ്ങനെ മുടക്കി. ഇത് ഞാൻ സത്യം പറഞ്ഞ പൈസ കരുതി വെച്ചോണ്ട് രക്ഷപ്പെട്ടു. കൈ പൈസ ഇല്ലാത്തവനാണ് ഇവിടെ വന്നെങ്കിൽ അവൻ ഇതുപോലൊരു നാറിയ ദിവസം കാണത്തില്ലായിരിക്കും. എനിവേ, ഐ എം വെയിറ്റിംഗ് ഫോർ ദ മൂവി. 3 മണിക്കാണ് ഷോ ആരംഭിക്കുന്നത്. ഇപ്പൊ 2:30 കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2:45 ഇപ്പൊ സമയം. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോ ആരംഭിക്കും. പിന്നെ ഉള്ള കാര്യം പറയാമല്ലോ, സാറിന്റെ മാർവൽ സിനിമകളൊക്കെ പൊതുവെ ഞാൻ ഈ തിയേറ്ററിലൊന്നും പോയി കാണത്തില്ല. മാർവൽ സിനിമകളെന്ന് വെച്ചാൽ തിയേറ്ററിലല്ല, ഈ ട്രെയിലറൊന്നും ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് കാണാറില്ല. ട്രെയിലറൊക്കെ ടീസറൊക്കെ ഞാൻ ഒഴിവാക്കി വിടും. കാരണം പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് റോബർട്ട് ഡൗണി ജൂനിയർ ഒക്കെ അഭിനയിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ക്രേസ് ആയിട്ടായിരുന്നു ടീസറും ട്രെയിലറൊക്കെ കാണുന്നത്. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം അത് 2 റീസൺ ആണ്. ഒന്ന്, മാർവല് താഴെ പോയി. രണ്ടാമത്തെ കാരണം നമുക്കിപ്പോ ഇച്ചിരി പ്രായമായി, നമ്മളിപ്പോ ജോലി ചെയ്യുന്നു, അതുകൊണ്ടൊക്കെ ഇൻട്രസ്റ്റ് പോയതാ സ്വാഭാവികമായിട്ട്. പക്ഷെ തണ്ടർബോൾട്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിത് ടീസറോ ട്രെയിലറോ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒറ്റ തവണ എങ്ങാണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാന്ന് തോന്നുന്നു ട്രെയിലർ ഇത് കാണുന്നത്. ഞാൻ അങ്ങനെ പിന്നെ അഭിപ്രായം കേട്ടും കൂടാണ് ഞാൻ വന്ന് കാണുന്നത്. അപ്പൊ സിനിമ കണ്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പൊ ഏതായാലും ഇനി ഒന്ന് വാഷ്റൂമിലൊന്ന് പോയി ഒന്ന് സെറ്റ് ആക്കണം, എന്നിട്ടൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സിനിമ കാണാന്ന് വെച്ച്. ഒരു വല്ലാത്ത യാത്രയായിരുന്നു. എന്റെ ആ പന്ന നാറി കാരണം, പൂറി മാതിരി കാരണം ഇപ്പൊ എത്ര നേരം എന്റെ സമയം പോയത് ഉള്ള മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ഇങ്ങനെയുള്ളവന്മാര് കാരണം എന്തൊരു കുതിരാന്ന് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ മൂവി ആൻഡ് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. അങ്ങനെ ഗായ്സ്, സിനിമയൊക്കെ കണ്ട് വെളിയിൽ ഇറങ്ങി. ഇപ്പം 5 മണിയായി. ഇപ്പം എൻ്റെ പൊന്നോ, സിനിമ പക്ഷെ കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ ഒരു പ്രാവശ്യത്തേക്ക് കണ്ടു നിൽക്കുക. പിന്നെ ഈ ഇപ്പോഴത്തെ മാർവൽ സിനിമകളെന്ന് പറഞ്ഞാൽ ഒറ്റ തവണ കാണുക നിൽക്കുക. ഇപ്പം അങ്ങനെ അവഞ്ചേഴ്സിന് ശേഷം, എൻഡ് ഗെയിമിന് ശേഷം ആകെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോവേ ഹോമും പിന്നെ വോൾവറിൻ ഡെഡ്പൂളും മൾട്ടിവേഴ്സ് മൂവി തന്നെയാണ്. പക്ഷെ പിന്നെ അതിന് ശേഷം വരുന്ന പടങ്ങളൊന്നും എന്തോ തീരെ വർക്കാവുന്നില്ല സത്യം പറഞ്ഞ്. ഇപ്പോൾ തണ്ടർബോൾട്സ് ഇറങ്ങിയപ്പോൾ പല നല്ല അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ പോയി കണ്ടത്. പക്ഷെ അത്ര ഉദ്ദേശിച്ച പോലെ അത്ര ഇല്ല, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക 4 ബ്രേവ് ദ ന്യൂ വേൾഡിനെക്കാളും പിന്നെയും ഭേദമാവുന്നേ ഉള്ളൂ ഈ ഒരു പടം. അല്ലാതെ നോട്ട് ടു ഗുഡ്. പക്ഷേ ഇതിനകത്തൊരു ലാസ്റ്റ് വരെ ഇരിക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അത് ഏതായാലും കണ്ടു കൊള്ളാമായിരുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്ന ഫാന്റാസ്റ്റിക് 4 ആണ്. ഡൂംസ്ഡേയുടെ തൊട്ട് മുമ്പ് വരുന്ന സിനിമ. അതെന്തായാലും തീർച്ചയായിട്ടും കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കും. പിന്നെ ഒരു എന്താ പറയുക, മാർവൽ സിനിമയും പിന്നെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുമെന്നും ഓർത്തുകൊണ്ടും കൂടെ വന്നപ്പം പിന്നെ പാട് മണ്ടത്തരമായി പോയി വന്നത്. ഏതായാലും സിനിമ കണ്ടു, അതായത് പുറത്തിറങ്ങി. ഇങ്ങനെ ഏതായാലും കഴിപ്പും കുടിപ്പൊന്നുമില്ലേ. ഞാനിപ്പോൾ ഏതായാലും നേരെ വീട്ടിൽ പോകും, നല്ല ക്ഷീണമുണ്ട്. ഏതായാലും വലിയ കുഴപ്പമില്ല, ബർത്ത്ഡേ ഒക്കെ ആസ്വദിച്ചു. പിന്നെ 2nd ആനിവേഴ്സറിയാണ് ട്രാവലർ കെവിൻ സാമിൻ്റെ. പിന്നെ ഫൈനലി ഒരു സിനിമയും കണ്ട്. ബർത്ത്ഡേ ആണ്, എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ, ഐ എൻജോയ്ഡ് ദ ഡേ. സോ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് ഡേ, ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് ടൈം. പിന്നെ തണ്ടർബോൾട്സിന് പിന്നെ പറയുകയാണെങ്കിൽ വലിയ തരക്കേടില്ലാത്തൊരു
ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. പിന്നെ അതിനകത്ത് എലീനയായിട്ട് അഭിനയിച്ച ഫ്ലോറൻസ് എന്ന് പറഞ്ഞ ആക്ട്രസ് ആണെങ്കിലും സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണെങ്കിലും പിന്നെ എല്ലാ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ്, പക്ഷെ അവരവരുടെ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ നന്നായിട്ട് പിടിച്ച് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിപ്പോയി. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഞാൻ പിന്നെ ഓർത്തു. ഓക്കെ, പിന്നെ സാനിറ്ററി ആയിട്ട് അഭിനയിച്ച് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ആക്ടർ, അപ്പോൾ അതും കുഴപ്പമില്ലായിരുന്നു. അതിൽ വൺ ടൈം വാച്ചബിൾ മൂവി. ഐ എൻജോയ്. ഓക്കെ, ടേക്ക് കെയർ.